ക്യാപ് സെക്ടറിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട്. മിക്കവാറും മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ റാലി നടത്തും. ബാങ്കിങ് സെക്ടർ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ യു എസ് മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ നാസ്ഡാക്കിൻ്റെയും ഡൗ ജോൺസിൻ്റെയൊക്കെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ അടിച്ച് മുകളിലോട്ട് പോവാം. ഈ ആഴ്ചയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഈ ആഴ്ച ആക്ച്വലി ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു അനലിസ്റ്റിനെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ട് എടുക്കേണ്ട വീക്കാണെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മാർക്കറ്റ് വീഴാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യുദ്ധമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് യുദ്ധമൊക്കെ തീർന്നു. ഹോർമസ് കടലിടുക്കൊക്കെ തുറന്നു എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ഒരു 6 വീക്സ് മുമ്പ് മാർക്കറ്റ് റിവേഴ്സായ സമയത്തും നമ്മൾ മാർക്കറ്റ് റിവേഴ്സായി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും അപ്പോഴും യുദ്ധം ഉണ്ടായിരുന്നു. 22,500 ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. പക്ഷേ ഒരു അനിശ്ചിതാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഓൾറെഡി $100-110 വരെയൊക്കെ പോയില്ലേ. അന്ന് അത്രയും നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു തിങ്കൾ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കെൻഡൊക്കെ. എന്നിട്ടും നിഫ്റ്റി പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ആഴ്ചയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ആഴ്ച ആക്ച്വലി ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു അനലിസ്റ്റിനെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ട് എടുക്കേണ്ട വീക്കാണെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. കാരണം $100 പോയിട്ടും നിഫ്റ്റി വീണില്ല. 24,000 അല്ലെങ്കിൽ 23,800 പിടിച്ചു നിന്ന്. യുദ്ധം നിർത്തി എന്നുള്ളൊരു ചെറിയ ന്യൂസ് ബുധനാഴ്ച വന്നപ്പോൾ പെട്ടെന്നൊരു ബൗൺസ് ബാക്ക് വന്നു, നല്ല വോളിയം അക്യുമുലേഷൻ വന്നു. അപ്പോൾ ഇന്നലെ വ്യാഴം വെള്ളി മാർക്കറ്റിൽ ചെറിയ നെഗറ്റിവിറ്റി ആണെങ്കിൽ പോലും മാർക്കറ്റ് ഗ്ലോബൽ ടെൻഷൻ കൂടിയിട്ടും ക്രൂഡിൻ്റെ വില കൂടിയിട്ടൊക്കെ മാർക്കറ്റ് പിടിച്ച് നിന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആക്ച്വലി എന്താ പിടിച്ചേക്കാനുള്ള റീസൺ എന്താണ്? എനിക്ക് ബിഗ് പ്ലേയേഴ്സ് ബൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോകുന്നൊരു ബിഗ് പ്ലേയേഴ്സ് ബൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ FIs ബൈ ചെയ്യുന്നില്ല, സ്റ്റിൽ ബൈ ചെയ്യുന്നില്ല. DIs മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴുള്ള റീറ്റെയിലേഴ്സിന് നല്ല ഫണ്ട് വരുന്നുണ്ട്. ഇത് മാർക്കറ്റിന് പോസിറ്റീവാണ്. പക്ഷെ അതൊരു താൽക്കാലികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ആയിരിക്കില്ലേ? അത് പക്ഷേ 24,000 അത്ര മോശം സപ്പോർട്ടായിട്ട് എനിക്ക് കറൻ്റ്ലി ഫീൽ ചെയ്യുന്നില്ല. മാർക്കറ്റിലൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് മാർക്കറ്റ് 23,800 മുതൽ 24,400 വരെയുള്ള റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുമെന്നാണ്. അത് തന്നെയാണ് എനിക്ക് കറൻ്റ്ലി ഉള്ളത്. ഒരു പുതിയ ബൈയിങ്ങോ അല്ലെങ്കിൽ ഫ്രഷ് ബൈയിങ്ങോ നടക്കാത്തോടത്തോളം കാലം മാർക്കറ്റ് ഇവിടെയൊക്കെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യും. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്റ്റേജിലോട്ട് പോകുന്നതിന് പകരം അല്ലെങ്കിൽ ടോട്ടൽ ഒരു കൺസോൾട്ടേഷന് പകരം ഒരു സെലക്റ്റീവ് കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറോൾ ബ്രെഡ്ത്ത് മാർക്കറ്റിന് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. ചില സെക്ടേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അത് ആരൊക്കെയാണ് അതിനെ ശ്രദ്ധിക്കുന്നത്, ആ രീതിയിൽ മാർക്കറ്റിനെ കാണുന്നത്, അവരായിരിക്കും മാർക്കറ്റിൽ കാശുണ്ടാക്കുക തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കാണ് നമുക്കിനി എന്താണ് സംഭവിക്കുക? എനിക്ക് ഒരു സൈഡ് വൈസ് അക്യുമുലേഷന് ശേഷം മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലേക്കൊരു അങ്ങനെ ഒറ്റയടിക്കുന്ന ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും മാർക്കറ്റിൽ ഇരിക്കണ്ട. അങ്ങനെ ഒരു ഇതാ ലാസ്റ്റ് ബസ് ഇപ്പോൾ പോകുന്നു എല്ലാവരും കൂടെ അങ്ങനെ മാർക്കറ്റിൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചുമ്മാ അങ്ങനെ എല്ലാ ആഴ്ച മാർക്കറ്റ് ബുള്ളിഷാവും ബീറിഷാവും എന്നല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സും മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരണം. ബാങ്കിങ് സെക്ടർ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ യു എസ് മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ നാസ്ഡാക്കിൻ്റെയും ഡൗ ജോൺസിൻ്റെയൊക്കെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ അടിച്ച് മുകളിലോട്ട് പോവാം. ഫുൾ ടൈം മുകളിലോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാസ്ഡാക്ക് ആണെങ്കിലും ഡൗ ആണെങ്കിലും, ഇപ്പോൾ ഡൗ ആണെങ്കിൽ ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്തെത്തി. നാസ്ഡാക്ക് ആണെങ്കിൽ എന്താ പറയുക, ഐ തിങ്ക് ഏപ്രിൽ 31 മാർച്ച് 31 മുതൽ അൺലിമിറ്റഡ് ബുള്ളിഷ്നെസ്, ഒരു കറക്ഷൻ പോലും ഇല്ലാത്ത ബുള്ളിഷ്നെസ്. എനിക്ക് തോന്നുന്നു 23,800 ലെവൽ മുതൽ നാസ്ഡാക്ക് ഇപ്പോൾ നിൽക്കുന്നത് 29,200. ഓൾമോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ബുള്ളിഷ്നെസ് ആണ്. ഇതൊന്നും നമുക്കില്ല, അത്രയും ബുള്ളിഷ്നെസ് നമുക്കില്ല. പക്ഷേ നിഫ്റ്റി ഈസ് ഫാർ ബെറ്റർ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ഇപ്പോൾ നിഫ്റ്റിയുടെയും ഇൻഡെക്സിൻ്റെയും ഫ്യൂച്ചറിൻ്റെ ഒക്കെ ഒരു ഡെയിലി ചാർട്ട് ഇട്ട് നോക്കുമ്പോൾ, ഞാനിപ്പോൾ ഇട്ട് നോക്കിയതാണ്, നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് സോണിലാണ്. അതായത് ഇതിനു മുമ്പ് ബ്രേക്ക് ചെയ്തൊരു റെസിസ്റ്റൻസ് സോണിലാണ്. ആ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അങ്ങനെ റെസിസ്റ്റൻസ് സോണെന്ന് പറയാനുണ്ടോ? ഡെയിലി ചാർട്ട് ഇട്ട് നോക്കാം. ഡെയിലി ചാർട്ട് നമ്മൾ നോക്കും. ഇപ്പം നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് സോൺ ഞാൻ ഇപ്പം കൂടി അനാലിസിസ് ചെയ്തിട്ടല്ല. അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ 24,500 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് സോണാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ തൊട്ട് താഴെ കാണുന്ന സപ്പോർട്ട് സോൺ നോക്കി 24,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്. അവിടെ വരുമ്പോൾ പെട്ടെന്നൊരു ബൗൺസ് ബാക്ക്. ഈ നിലത്ത് റബ്ബർ ബോൾ കൊള്ളുന്ന പോലെ ഒരു ബൗൺസ് ബാക്കില്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ തിങ്കളാഴ്ചത്തെയൊക്കെ ചാർട്ട് ഡേ ക്യാൻഡിൽ നോക്കി
ഇതെല്ലാം താഴത്തോട്ടാണ് വിക്ക്. മുകളിലോട്ടുള്ള വിക്കിനേക്കാൾ വളരെ എവിഡൻ വിക്ക് താഴ്ത്തുന്നുണ്ട്. കാരണം 24,000 നിന്ന് ഒരു ബൗൺസ് ബാക്കാണ്. ഈ ഒരു ബൗൺസ് ബാക്ക് ആക്ച്വലി ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 24,500 റെസിസ്റ്റൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 23,800 ടു 24,500 മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യും. ഇതൊരു സെലക്റ്റീവ് കൺസോളിഡേഷൻ ടൈമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ 24,500 റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് ഇനി അങ്ങോട്ട് ബീറിഷ് ആകും എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, അതിനേക്കാൾ മികച്ചൊരു സപ്പോർട്ട് താഴെ കാണുന്നില്ലേ, അതിനൊക്കെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ സെക്ടർ വൈസ് ആയാലും അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട് പോർട്ട്ഫോളിയോ ഒക്കെ. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എനിക്കോട് ഞാൻ 2022 യുക്രൈൻ റഷ്യ വാർ വന്നത്, ആ സമയത്ത് ഞാൻ താഴെ ഇൻവെസ്റ്റ് ചെയ്തില്ല. കാരണം മാർക്കറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ, മാർക്കറ്റ് അവിടെ തിരിച്ച് കയറി. പിന്നെ എലക്ഷൻ്റെ ആ സമയം, എലക്ഷൻ കഴിഞ്ഞ് ഓൾ ടൈം ഹൈ എത്തിയിട്ട് പിന്നെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വന്നിട്ട്, പക്ഷെ അത് സിംഗിൾ ഡേ കറക്ഷൻ അല്ലേ എലക്ഷനിലെന്ന് വന്നത്, അതൊരു പെട്ടെന്ന് താഴെ വന്നിട്ട് കറക്ഷൻ അല്ല. എലക്ഷൻ ഓൾ ടൈം ഹൈ എത്തിയതിന് ശേഷം ഒരു സെപ്റ്റംബർ തുടങ്ങിയ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ വന്നില്ലായിരുന്നു. സെല്ല ഓർക്കുന്നില്ല, ലാസ്റ്റ് 2023 റൗണ്ടിൽ. എന്നിട്ട് വീണ്ടും ആ ലെവലിൽ വന്നിട്ടാണ് സപ്പോർട്ട്. മാർക്കറ്റ് വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല ആ വർഷം. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ സിംഗിൾ അന്ന് ഓവർ വാല്യൂഡ് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോൾ ആ ലോ എടുത്തു. പക്ഷെ ഇത്തവണ യുദ്ധം വന്നപ്പോൾ മാർക്കറ്റ് വീണ കറക്റ്റ് ടൈമിൽ, അതായത് മാർക്കറ്റ് തിരിച്ച് കയറുമെന്നുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്രൂവൻ. ഇനി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്, പക്ഷേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് സെലക്റ്റീവ് അക്യുമുലേഷൻ ആണ് നടക്കുന്നത്. എല്ലാ സെക്ടറിലും ഈ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നില്ല. ചില സെക്ടേഴ്സിൽ നമുക്ക്, ഞാൻ അന്ന് സിൽബിയെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ നോക്കിയിട്ടാണോ ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കും. ഇതൊരു ഇൻഡിക്കേറ്റർ അല്ല, ഇതൊരു കമ്പാരിസൺ ടൂളാണ്. നിഫ്റ്റി 500 ആയിട്ട് അല്ലെങ്കിൽ നിഫ്റ്റി 100 ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഏതൊക്കെ സെക്ടേഴ്സ് മൂവ് ചെയ്തു നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ FIs ഉൾപ്പെടെ ഒരു കമ്പാരിസൺ ടൂളാണ് റിലേറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ബ്രെഡ്ത്തും റിലേറ്റീവ് സ്ട്രെങ്ത്തും നോക്കിയിട്ടാണ് ഏതൊക്കെ സെക്ടേഴ്സാണ് ആക്ച്വലി ബുള്ളിഷ് ആണെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്ക്, ഞാൻ അതിൻ്റെ ഒരു റീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ് സെക്ടറിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട്. മിക്കവാറും മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ റാലി നടത്തും. ഓട്ടോ സെക്ടർ ഈ ആഴ്ച പോസിറ്റീവ്നെസ് കാണിച്ചത് ഓട്ടോ സെക്ടറാണ്. ബാക്കി ഓട്ടോ സെക്ടർ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. ഈ ഓട്ടോ സെക്ടർ ഈ റാലിയുടെ ഭാഗമായി തുടങ്ങി. മൂന്നാമത് ഡിഫൻസ് സെക്ടർ ഈ ആഴ്ച അത്യാവശ്യം അടിപൊളിയായിരുന്നു. നാലാമത് ആളുകൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു സെക്ടർ, ചില IT സ്റ്റോക്കുകൾ. എൻ്റെ പോർട്ട്ഫോളിയോയിൽ കയറാതെ IT മാത്രമാണ്. അത് സെലക്റ്റീവ് IT സ്റ്റോക്സ്. അങ്ങനെയല്ല, ഓൾറെഡി താഴെ പോയിട്ട് തിരിച്ചു വരുന്ന ഞാൻ ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് തന്നെ പറയാം. ചില IT സ്റ്റോക്കുകൾ നല്ല പോസിറ്റിവിറ്റി കാണിച്ചൊരു വീക്കാണ്. പിന്നെ കൺസെപ്ഷനിൽ ഉള്ള സ്റ്റോക്കുകൾ, FMCG പയ്യെ അനങ്ങി തുടങ്ങി എന്നൊക്കെ. ഈ ആഴ്ച ബ്രെഡ്ത്ത് ഇമ്പ്രൂവ് ആയിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു സ്റ്റോക്കുകളിലാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ സെലക്റ്റീവ് ആണോ നിങ്ങൾ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ചെത്തും. നിങ്ങൾ റാൻഡമായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പണി കിട്ടും. കാരണം ബാങ്കിങ് സെക്ടറൊക്കെ വളരെ മോശമായ ഒരു സമയമാണിത്. കാരണം RBIയുടെ കുറേ പോളിസീസ്, റുപ്പിയുടെ പ്രൈസ് ഹൈക്കായത്, ഇതൊക്കെ ബാങ്കിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ എക്കണോമീനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. പക്ഷേ മാർക്കറ്റ് പിടിച്ച് നിൽക്കും. പക്ഷേ ബാങ്ക് കൂടി ഈ നെഗറ്റിവിറ്റി ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ചു കയറാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഈ FMCG സെക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ IT ഏതൊക്കെ സ്റ്റോക്സ് എന്ന് പറഞ്ഞില്ല കേട്ടോ. ITയുടെ സ്റ്റോക്സ് നമുക്ക് പറയാം, വെയിറ്റ് ചെയ്യൂ. FMCG കാര്യം പറഞ്ഞപ്പം റീസെൻ്റ്ലി വന്ന ഒരു കാര്യമില്ല, അതായത് പാം ഓയിലിൻ്റെ ഇഷ്യൂ. പാം ഓയിലിൻ്റെ കേസ് വരുന്നത്, അതായത് ഓൾമോസ്റ്റ് 50% പാം ഓയിൽ കലർന്ന ബയോഡീസൽ ഉപയോഗിക്കണം എന്നുള്ള ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പാം ഓയിൽ. അത് FMCG സെക്ടേഴ്സിൻ്റെ മേജർ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ന്യൂട്ടെല്ല ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ FMCG പ്രൊഡക്ട്സ്, ബിസ്ക്കറ്റ്സ് ആണെങ്കിലും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞത് FMCG സെക്ടറിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്താണ്, ബിസ്ക്കറ്റ്സ്, ന്യൂട്ടെല്ല, ചോക്ലേറ്റ്സ്, പിന്നെ കുറേ നിത്യോപയോഗ സാധനം. ഈ ഇത്തരത്തിലുള്ള ഫാൻസി പ്രൊഡക്ട്സ്, ബിസ്ക്കറ്റ് പോലുള്ള ഫാൻസി പ്രൊഡക്ട്സിൻ്റെയൊക്കെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, ഇറ്റ്സ് എ പാം ഓയിൽ. ഈ പാം ഓയിലിൻ്റെ വില കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാത്തിൻ്റെ വില കൂടുമല്ലോ. അപ്പോൾ അത് പോസിറ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ കൂടും. വില കൂടുമ്പോൾ പെർസെൻറ്റേജിലാണ് മാർജിൻ വരുന്നത്. ചിലപ്പോൾ ചില സ്റ്റോക്കുകൾക്ക് അത് പോസിറ്റീവായിരിക്കും, ചില സ്റ്റോക്കുകൾക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടിയും പറ്റണം. FMCG സ്റ്റോക്കിൽ
ഒരു 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 ചെറിയ ബൈങ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ടൈറ്റനിലൊക്കെ ഈ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ടൈറ്റൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് അല്ലെങ്കിൽ പോലും ടൈറ്റനിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇതിൻ്റെ അകത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ബൈങ് കാണിക്കുന്നുണ്ട്. FMCGയിലെ മറ്റ് ഡാവർ ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും ചെറിയൊരു ബോട്ടം ഔട്ട് കാണിക്കുന്ന 50%ഒക്കെയാണ് നമ്മുടെ ആരാണ് ITC ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ചെറിയ ബൗൺസ് ബാക്ക് എന്തായാലും കിട്ടുമല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കാം. ഓട്ടോ സെക്ടറിലാണ് ഒരു രക്ഷയില്ലാത്ത ബൈങ് കഴിഞ്ഞ ആഴ്ച നടന്നത്. സെക്ടറിൽ നമ്മൾ എത്രയാണ് കാർ മേടിച്ച ഏകദേശം ഒരു 5 months 6 months അന്നുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് കറക്ഷൻ വന്നു, വലിയ കാര്യമായിട്ട് താഴെ പോയില്ല, തിരിച്ചു വന്നു, പയ്യെ തിരിച്ചു കയറി, ഗ്രീനായി, കുറച്ചുകൂടി ഇപ്പം അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ്, അതുപോലെ തന്നെ TVS, ഇതൊക്കെ ഭയങ്കര ഈ സെക്ടറിലെ ഭയങ്കര പോസിറ്റീവ് സ്റ്റോക്കായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. IT കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം IT സർവകാല നെഗറ്റിവിറ്റിയിൽ കിടക്കുന്ന ഒരു സമയമാണ്. അത്രയും താഴെ പോയിട്ട് നമ്മൾ ഓരോ ഐ.ടിയിൽ ആരെ ശ്രദ്ധിക്കണമെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകൾ ഇപ്പം അനങ്ങി തുടങ്ങി. ഇൻഫോസിസിനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് കാണുന്നത്. ഇൻഫോസിസ് IT തിരിച്ചു കയറി കഴിഞ്ഞാൽ ലീഡ് ചെയ്യാൻ പോകുന്ന മിക്കവാറും ഇൻഫോസിസ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ HCL ടെക്, മിഡ് ക്യാപ്പിലെ 2 IT സ്റ്റോക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള 2 IT സ്റ്റോക്കാണ്. ദാറ്റ് ഈസ് കൊഫോർജ് ആൻഡ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്. ഇത് രണ്ടും നല്ല രീതിയിൽ തിരിച്ചു വരും. ഈ 4 IT സ്റ്റോക്കുകൾ, സെലക്റ്റീവ് IT സ്റ്റോക്കുകൾ ഇനിയും ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഈ മേജറായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ 4 IT സ്റ്റോക്കുകളാണ്. പക്ഷേ ഈ ആൻഡ്രോപിക് ടൂളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫോസിസ് പോലുള്ള കമ്പനികളെയാണ്. അല്ല, ഞാൻ പറയുന്നത് അത് മാക്സിമം ഇമ്പാക്റ്റ് ആയി, അതായത് ബോട്ടം ഔട്ടായി, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമല്ലോ. കാരണം ആൻഡ്രോപിക് പോലുള്ള ഏജൻറ്റിക് AIസിൻ്റെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നതാണ് IT സ്റ്റോക്കിൻ്റെ കേസിൽ. അത്രയും വലിയ കറക്ഷൻസ് IT സ്റ്റോക്കുകൾ നേരിട്ടു, ഒരു റൈറ്റ് വാല്യുവേഷനിലോട്ട് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു ചെറിയ റിക്കവറിയൊക്കെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് തന്നെയായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത 2-3 മാസം നമ്മൾ IT സ്റ്റോക്കുകളിൽ കാണാൻ പോകുന്നതും. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് വന്ന IPO സ്റ്റോക്കുകൾ ഒരു രക്ഷയില്ലാത്ത റിക്കവറി കാണിക്കുന്നുണ്ട്. രക്ഷയില്ലാത്ത KRN ഹീറ്റ് എനർജി ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ആഴ്ച എൻട്രി ചെയ്യാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വലിയ ബുള്ളിഷ്നെസ് പല സ്റ്റോക്കുകളിലും ഈ പറഞ്ഞ ഒരു സ്വിങ് എൻട്രിക്കൊക്കെ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമാടെക് ഒരു നല്ല ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. ഡെൽഹിവറി ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിക്കവറി വരും. റിക്കവറി മീൻസ് നല്ലൊരു ബുള്ളിഷ്നെസ് വരും. അതുപോലെ തന്നെ GSHIP അത് നല്ലൊരു റാലി നടത്തുന്നുണ്ട്. അതെ, നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പേഴ്സണലി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു സ്വിങ്ങിൽ. ഇതൊക്കെ നല്ല റിക്കവറി കാണിക്കുന്ന, നല്ല റാലി കാണിക്കുന്ന, സ്വിങ്ങിനൊക്കെ കയറിയിട്ട് ആ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റോക്ക്. ഗ്രോയുടെ റാലി ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൽ നിന്ന് ഓൾറെഡി എക്സിറ്റ് ആയി. ഇനിയും ഞാൻ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന, സ്വിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്ക് കൂടിയുണ്ട്. അതൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ മൂവ് ചെയ്തു. എനിക്ക് മൂവ് ചെയ്യാതിരുന്ന കുറച്ച് സ്റ്റോക്സ് ഞാൻ പറയാം. മൂവ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന, മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ്. GSHIP ഞാൻ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. GMDC ലിമിറ്റഡ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മൂവ്മെൻറ്റ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ വരും. നെറ്റ് വെബ് ഓൾറെഡി മൂവ് ചെയ്തു, ഓൾറെഡി 10% ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. EMMV അത്യാവശ്യം കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈത്തർ എനർജി പയ്യെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സ്വിങ്ങിന് പറ്റിയ നല്ല എൻട്രീസാണ്. അത്രയുള്ള സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എൻട്രി ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഫുൾ സ്റ്റോക്സ്, സ്വിംഗ് ട്രേഡിങ് അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അല്ലേ സെല്ല്? അങ്ങനെ പറയരുത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ എല്ലാ വ്ളോഗും വന്നിരിക്കുന്ന ഓപ്ഷൻ പ്രോഫിറ്റ് അല്ല, സെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ട് നീ ഓപ്ഷൻ മാനുവലി ചെയ്യുന്നത് വളരെ കുറച്ചാണ്. ഞാൻ എൻ്റെ 90 ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ വിട്ട് കഴിഞ്ഞാൽ മാനുവലി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര അങ്ങനെയല്ല. ഇപ്പോൾ മാനുവലി ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ
അങ്ങനെ ചെയ്താലുള്ള സ്കെയിലബിലിറ്റിയിൽ എനിക്ക് വേറെ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. 90% ഓട്ടോമാറ്റിക് ട്രേഡ്, നമ്മുടെ ആൽഗോ ട്രേഡ്സ് വഴി ചെയ്യുമ്പോൾ നല്ല മനസ്സമാധാനമുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ മാത്രം മാനുവൽ ട്രേഡ് ചെയ്താൽ മതി, എൻ്റെ പ്രോഫിറ്റ്സ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. അതിന് വെരിഫൈഡ് PNL അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ എക്സ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ടെലിഗ്രാമിലൊക്കെ ഇട്ടിട്ടും പല ആൾക്കാരും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കുറ്റം പറയാൻ പറ്റുന്നത്? നമ്മുടെ 50 lakhs അക്കൗണ്ടിൻ്റെയും 1 year അക്കൗണ്ടിൻ്റെയും ഡെയിലി വെരിഫൈഡ് PNLs നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിൽ, ട്വിറ്റർ എന്നിനും പറയാൻ പാടില്ലല്ലോ, എക്സ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് 50 lakhs സെറോദ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻസിബിൾ വെരിഫൈഡ് PNL വരെ നമ്മൾ പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വാച്ച് ചെയ്യാം. പിന്നെ പേഴ്സണലി കഴിഞ്ഞ 1-2 ദിവസമൊക്കെ നമ്മുടെ പക്ഷേ ഡ്രോ ഡൗണിലാണ്, <2% ഓഫ് ക്യാപിറ്റൽ. അത് വളരെ ചെറിയ ലോസ് അല്ലേ. ഓവറോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഐ തിങ്ക് നിയർലി 13-14% റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊട്ടും ചെറിയ റിട്ടേൺ ഒന്നും അല്ലല്ലോ, ഇറ്റ്സ് എ വെരി ഹ്യൂജ് റിട്ടേൺ, റൈറ്റ്? അതുപോലെ തന്നെ സുല്ല് ചെയ്തൊരു എന്താ പറയുക, നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് ചെയ്ത വേറൊരു കാര്യം ഞാൻ പറയട്ടെ. പറയട്ടെ. സുല്ല് MTF വെച്ച് സിങ് ട്രേഡ് ചെയ്തില്ലേ? നീ ഞങ്ങളുടെ അടുത്ത് MTF ചെയ്യരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഒരുത്തര് MTF വെച്ചിട്ട് സിങ് ട്രേഡ്. ഞാൻ എപ്പോഴാണ് MTF യൂസ് ചെയ്തതെന്ന് അറിയോ? അതിൽ കാര്യമില്ല. കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇംപ്രൂവ് ആയി. ഐ തിങ്ക് 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ 75% സ്റ്റോക്സും 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ 50-52% സ്റ്റോക്സും എത്തിയപ്പോഴേ ഞാൻ എൻ്റെ MTF യൂസ് ചെയ്തിട്ടുള്ളൂന്നേ. MTF ഈസ് എ വെരി ഗുഡ് ടൂൾ. എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം എല്ലാത്തിനും. നിങ്ങളാണ് ഗൈസ് ഇതിന് ആൻസർ പറയേണ്ടത്. നമ്മുടെ മാജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കരുത്, ആനയാണ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ MTF വെച്ച് സിങ് ട്രേഡ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നന്നായിട്ട് ആ ടൂൾ ഉപയോഗിക്കാൻ അറിയാമെങ്കിലും ഉപയോഗിക്കും. അല്ല മാർക്കറ്റ് ബീറിഷ് പോകുമ്പോൾ, മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ളതല്ല MTF. മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വരുമ്പോൾ, മൊമെൻറ്റം സ്റ്റോക്കുകൾ ഓൺ ആകുമ്പോൾ, കണ്ടിന്യൂസ്ലി സ്വിങ് എൻട്രിക്ക് പറ്റിയ നല്ല മാർക്കറ്റ് ബ്രെഡ്ത്ത് ഉള്ളപ്പോൾ അടിപൊളി സാധനമാണ് MTF. നീ ഒറ്റയ്ക്ക് എടുക്കണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ടത്. ഞാൻ MTF യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ പല ആൾക്കാരും അത് മിസ്യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് MTFനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ MTF യൂസ് ചെയ്യണം, എങ്ങനെ MTF മാനേജ് ചെയ്യണം, കൃത്യം സ്റ്റോപ്പ് ലോസ് എവിടെ വെച്ചാൽ എങ്ങനെ എക്സിറ്റ് അടിക്കണം, ഇതൊക്കെ എനിക്കറിയാം. അത്ര എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ MTF യൂസ് ചെയ്യുന്നത്. ശില്പിജിനെ ഞാൻ യൂസ് ചെയ്യാൻ സമ്മതിപ്പിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസിഷൻ മേക്കിങ്ങിൽ ആ എക്സ്പീരിയൻസ് ആനുണ്ട്. MTFൽ ഞാനിപ്പോൾ 4 സ്റ്റോക്സ് ഓൾറെഡി ബുക്ക് ചെയ്തു. ഞാൻ മാർക്കറ്റ് ബ്രെഡ്ത്ത് വീക്കായാൽ അപ്പം MTF ഒഴിവാക്കും. കറക്റ്റ് സ്റ്റോപ്പ് ലോസിലാണ്. ഇപ്പോൾ ഒരു 3-4% സ്റ്റോപ്പ് ലോസ് വെച്ചൊരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുമ്പോൾ 10%, 20%, 25% ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. അതിൽ MTF യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണെന്നേ. കാരണം ഈ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഇത്രയും മാർക്കറ്റ് ബ്രെഡ്ത്ത് ഉണ്ടെങ്കിൽ മൊമെൻറ്റം സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം ഉള്ളവന് 40 ലക്ഷത്തിൻ്റെ സ്റ്റോക്സ് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. ആസ് എ ബിഗിനർ നിങ്ങൾ ആക്ച്വൽ മണിക്ക് മാത്രം ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷേ സുനിൽ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുക, മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്തൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ സുനിൻ്റെ അടുത്ത് പേഴ്സണലി പോലും പറഞ്ഞിട്ടില്ല, ഈ പോഡ്കാസ്റ്റിലിരുന്നാണ് പറയണത്. വേറൊരു കാര്യമാണ് ഈ സുനിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഇവിടെ സുനിൽ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ എല്ലാ വ്ളോഗിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സുനിൽ ക്രിക്കറ്റ് കളിച്ച ജേഴ്സിയും എല്ലാം ഇട്ടിട്ടാണ് വ്ളോഗ്. ഞാനിത് സുനിൻ്റെ അടുത്ത് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പോഡ്കാസ്റ്റിലായതുകൊണ്ട് സുനിൽ ചീത്ത അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. സുനിൽ ഫുൾ ക്രിക്കറ്റ് കളിച്ച് നടക്കുകയാണ്, ട്രേഡ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ സുനിൽ ട്രേഡ് ചെയ്യുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 90% ട്രേഡ്സും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഓക്കെ, 99% ട്രേഡ്സും. പിന്നെ ഞാൻ ബൈ ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 രൂപ താഴെയാണ്. അത് അപ്ലൈ ചെയ്യൂ. നല്ല എങ്ങനെ കൃത്യം എനിക്ക് ബുധനാഴ്ച ട്രേഡ് കിട്ടി. ബുധനാഴ്ച ഞാൻ കൃത്യം 1 lakh ബുക്ക് ചെയ്തു. കാരണം എന്താ, ഞാൻ റാൻഡംലി ആണ് നിഫ്റ്റിയുടെ ചാർട്ട് ചെക്ക് ചെയ്യുന്നുള്ളൂ.
ഒരു എൻട്രി ഇട്ടതിന് ശേഷം പിന്നെ എപ്പോഴും പോയിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് അല്ല, എൻട്രി ഇട്ടാൽ പിന്നെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റേ ഉള്ളൂ. ആ സമയത്ത് എങ്ങനെ മാർക്കറ്റ് നോക്കാതിരിക്കാം എന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഫുൾ ടൈം ഞാൻ എൻ്റെ പണ്ട് മുതലുള്ള ശീലം എന്താണ്, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇടുക, മിണ്ടാതിരിക്കുക. നമ്മളെപ്പോഴും ചാർട്ടിലോട്ട് തന്നെ നോക്കി അല്ലെങ്കിൽ M2M നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന പോകുന്ന കാര്യം എന്താണ്, കൂടുതൽ പ്രഷർ വരും, കൂടുതൽ ടെൻഷൻ വരും, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ചേഞ്ച് ചെയ്യും, ഒരു നമ്മുടെ ഇമോഷൻ അത് ബാധിക്കും. മറിച്ചൊരു നല്ല എൻട്രി കിട്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ടാർഗറ്റ് ഇട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുനിൽ ഇപ്പോൾ സുനിലിൻ്റെ അടുത്ത് പണ്ട് 40 വയസ്സിൽ റിട്ടയർഡ് ആവുമെന്ന് പറഞ്ഞേക്കണം. ഇപ്പോൾ തവണ 35 വയസ്സിൽ റിട്ടയർഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാർഷ്യലി റിട്ടയർഡ് ആണ്. അതെ അതെ സത്യം. എനിക്കോട് കളിച്ച് ഇപ്പോൾ ഒരു ക്രിക്കറ്റിൻ്റെ കട തുടങ്ങിയതാണ് എനിക്കറിയാൻ പറ്റിയൊരു ന്യൂസ് എന്നുള്ളത്. നമ്മുടെ പുതിയ ബിസിനസ് വെഞ്ചറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കൊച്ചി പടമുകളിൽ അതിൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട്, അതും ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊച്ചി പടമുകളിൽ SG എന്ന് പറയുന്ന ക്രിക്കറ്റ് ബ്രാൻഡിന്, ഇപ്പോൾ സഞ്ജുക്ക് ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് ബാറ്റാണ് SG, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ക്രിക്കറ്റ് ബ്രാൻഡാണ്. അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് SG കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്. കേരളത്തിൽ SGയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോർ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സഞ്ജു വീഡിയോ ഇട്ടു, സഞ്ജു വിസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് IPL തിരക്കുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് സഞ്ജുവിൻ്റെ കൂടെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ക്രിക്കറ്റ് പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് കൊച്ചിയിലുള്ള SGയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോർ റൂമിൽ വരാം. അങ്ങനെ ചെയ്യാനുള്ള കാരണം പല ഇവിടുത്തെ സ്പോർട്സ് കടകളും SGയുടെ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന ബാറ്റുകൾ ഒട്ടും ജെനുവിൻ ബാറ്റുകളല്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് നമ്മൾ SGയായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തുകൊണ്ട് SGയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോർ കൊച്ചിയിൽ തുടങ്ങുന്നത്. ജെനുവിൻ പ്രൊഡക്ട്സ്, ക്രിക്കറ്റിൻ്റെ ജെനുവിൻ പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റിയിൽ മീഡിയം റേറ്റിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടോ, നമ്മുടെ SG എക്സ്ക്ലൂസീവ് സ്റ്റോർ കൊച്ചി പടമുകളിൽ വരിക. അഡ്രസ്സൊക്കെ ഞാൻ വേണമെങ്കിൽ താഴ്ത്തി. സുനിൽ സബ്സ്ക്രൈബറാണ്, എന്താണ് ഫോളോവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ഡിസ്കൗണ്ട് മേടിക്കാൻ അവർ ട്രേഡ് ചെയ്ത് ഇഷ്ടംപോലെ കാശുള്ള ആൾക്കാരാണ്. അതാണ്. അപ്പോൾ നിഫ്റ്റിയെക്കുറിച്ച് മനസ്സിലാക്കുക. അടുത്ത ആഴ്ച ഓവർ പ്രതീക്ഷയൊന്നും വേണ്ട. 23,800 24,000 ഒരു മേജർ സപ്പോർട്ടായിട്ട് കാണുക. ഇതിനിടയിൽ വരുന്ന എല്ലാ ബുള്ളിഷ്നെസ്സിനെയും കൃത്യമായിട്ട് ലാസ്റ്റ് വീക്ക് ബയേഴ്സിനൊക്കെ നല്ല പ്രോഫിറ്റ്, കുറെ പേര് എനിക്ക് ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തു. ബയേഴ്സ് നോക്കി ചെയ്ത സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇതവണ P&L സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയാണ് എല്ലാവരും ചോദിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ. നമുക്ക് വേണ്ട P&L സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരുപാട് പേര് ലാസ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് എടുത്തൊരു വീക്ക് തന്നെയായിരുന്നു. അതെ, ബയേഴ്സിന് അത് വിക്സ് ഉണ്ടല്ലോ, ബയേഴ്സിന് നല്ല രീതിയിൽ റേഞ്ച് കൂടുതലാണ്. സ്ട്രഗിൾ ചെയ്ത് കുറേ സമയം ഉണ്ടായിരുന്നു അല്ലേ, എല്ലാം റേഞ്ച് ഭയങ്കര കുറവായിട്ട്. ആ യുദ്ധത്തിനൊക്കെ മുമ്പാണ് 10% വിക്സ് ഉള്ള സമയത്ത് എങ്ങനെ ഓപ്ഷൻ ബൈ ചെയ്യാനാണ്. 12 ഇപ്പൊ 18-19 ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിഫ്റ്റി ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുക. അതെ, ടൈം മാത്രമല്ല, താഴത്തു നിന്ന് അക്യുമുലേറ്റ് ചെയ്തവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഫീൽ ചെയ്യണം. എനിക്ക് കഴിഞ്ഞ 3 വർഷത്തിലെ സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. പക്ഷെ വേറൊരു വർഷം സുനിൽ ഓർമ്മയുണ്ടോ, എല്ലാ സ്റ്റോക്കും മോളിൽ പോയൊരു വർഷം 2022-21. ആ സമയത്ത് അതാണ് പറഞ്ഞത്, കഴിഞ്ഞ 3 വർഷത്തിൽ ലാസ്റ്റ് 3 ഇയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം നാറ്റ്കോ ഫാർമ, മാത്രമല്ല എല്ലാ സ്റ്റോക്സും, അദാനി പോർട്സ്, അദാനി പവർ, അദാനിയുടെ എല്ലാ സ്റ്റോക്സും പോയില്ല. അദാനി പോർട്സ് ഒക്കെ നമ്മളൊരു ഷോർട്ട് സ്വിങ്ങിനേക്കാൾ കൂടുതൽ ഒരു മീഡിയം ടൈം ഷോർട്ട് ടൈം എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ, എനിക്ക് അതെല്ലാം നല്ല പോസിറ്റീവ് തന്നെയാണ്. ഓവറോൾ ഒരു പോസിറ്റിവിറ്റി എന്തായാലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ട്രേഡേഴ്സിൻ്റെ ഇടയിലൊക്കെ ഓൾറെഡി ഉണ്ട്. ഇതെല്ലാ കാലത്തും നിലനിൽക്കട്ടെ. ഇത് ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഇങ്ങനത്തെ ഒന്നും പോങ്ങിയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു 30,000, 40,000, 50,000 അടുത്ത 3-4 കൊല്ലത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ അതെ, 26,200 ഒന്ന് എത്തട്ടെ. 24,000 കിടക്കുന്നു, 200 പോരാ, 26,400 ബ്രേക്ക് ഔട്ട് ചെയ്യണം മാർക്കറ്റ്. അവിടെയാണ് ആ ഒരു മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് തന്നെയാണ്. പിന്നെ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമ്മുടെ പവൽ മാറിയതിന് ശേഷമുള്ള ലാസ്റ്റ് മീറ്റിംഗ് 15-ാം തീയതിയാണ്.
ഓക്കെ അതുവരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത പോഡ്കാസ്റ്റിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയട്ടെ. നിങ്ങളാണ് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ്, വീഡിയോ കാണുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യണോ? കൂടുതൽ സ്റ്റോക്കുടെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, അത് ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, അത് കമ്മോഡിറ്റിയുടെ കേസുകൾ ആഡ് ചെയ്യണോ? ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത സാറ്റർഡേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ടോപ്പിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കമന്റ് ചെയ്യാൻ നമുക്ക് അതിനെക്കുറിച്ച് പണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫോറക്സിനെ കുറിച്ചിട്ടൊരു സീരീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരീസിൻ്റെ ആവശ്യമുണ്ടോ അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ നമ്മുടെ ഫോറക്സിൻ്റെ ഫ്രീ വെബിനാർ വരുന്ന നെക്സ്റ്റ് വീക്ക് നമ്മൾ ഫോറക്സിൻ്റെ മാത്രമല്ല നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു വെബിനാറും കൂടി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇല്ല ഫോറക്സിന് നമ്മളൊരു 3-4 ക്ലാസ് ഫ്രീ ആണ്. കഴിഞ്ഞ ക്ലാസ്സിന് ഭയങ്കര അപ്ഡേറ്റ്സ് നമുക്ക് നല്ല കമന്റ് കിട്ടി. അതായത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ഫ്രീ ക്ലാസ് കൂടി നമ്മൾ വെബിനാർസ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എപ്പോഴും നിൽക്കുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.